ഹരിയേഴ്സ് വിജീഷാണ് നമ്മൾ ഫ്ലോറിങ്. നമ്മൾ ഒരു മാസം മുമ്പ് ഈ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇട്ടിരുന്നു സ്റ്റൈലിങ്ങിന് മുമ്പായിട്ട്. ഇപ്പോൾ ടൈലും ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫുൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ സിറ്റ് ഔട്ടിനെ കുറിച്ചാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചു, ഇത് ടൈലാണോ ഗ്രാനൈറ്റ് ആണോ? അപ്പോൾ ഇത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഇത് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ്. ഏകദേശം സ്ക്വയർ ഫീറ്റിന് 300+ ആണ് ഈ ഗ്രാനൈറ്റിന് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് 45 അടിച്ചിട്ടാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് ഒരു റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം 45 അടിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഒരു പക്കാർ പ്രീമിയം ലുക്കിൽ ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ നമ്മൾ ഈ ലെതർ ഫിനിഷിൻ്റെ ഒരു വാട്ടർ കട്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം ചുറ്റുഭാഗം. അതേപോലെ അതിൻ്റെ മേലെ പ്ലാന്റർ ബോക്സിലും ഏകദേശം ഒരു 2 സെൻറ്റി ചാടിച്ചിട്ട് വെള്ളം ഇതിന് മേലെ കൂടെ ഒലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ബീഡിങ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെ. അപ്പോൾ ഈ വീടിൻ്റെ ഈ ഒരു ഫോയറിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കുള്ള വഴികളൊക്കെ. ഇവിടെ ലിവിങ് വരുന്നുണ്ട്, ഇവിടെ ബെഡ്റൂം, ഇവിടെ അതിൻ്റെ നേരെ ബാക്ക് വശത്താണ് ഇതിൻ്റെ ഫാമിലി ലിവിങ് വരുന്നത്. ഇത് മൊത്തം ചെയ്തിട്ടുള്ളത് 1600 ആണ് കേട്ടോ. ആ പോക്സ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്സിയോൺ ബ്രാൻഡിൽ വരുന്ന ബാഴ്സലോണ കാൾസിലി അറിയുന്ന 1600 ആണ്. മൊത്തം മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോയർ 1600 ഒരു ഗ്രേ കളറും ഇവിടെ ഒരു ഐവറി കളറുമാണ് ചെയ്തിട്ടുള്ളത്. റൂമുകളൊക്കെ ചെയ്തിട്ടുള്ളത് 4x2 ആണ്. അതും മാറ്റ് ഫിനിഷ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ സ്റ്റെപ്പിൻ്റെ ഭാഗം കൺഫേം ആയിട്ടില്ല. അത് ഇൻറ്റീരിയറിൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ അത് എന്താണ് ചെയ്യണത്, മരമാണോ അതോ ടൈലാണോ എന്നുള്ളത് ഇതുവരെ കൺഫേം ആയില്ല. അതുകൊണ്ട് തൽക്കാലത്തിന് ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. ഇത് 1600 ആണെങ്കിലും ഏകദേശം ഒരു 160+ ഒക്കെയാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് കേട്ടോ. 1600 ഒരു 84 റേറ്റാണ് ഇത് വരുന്നത്. മൊത്തം സ്പേസറിട്ട് അപ്പോസിറ്റ് ഇട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. റൂമിക്കൊക്കെ കുറച്ചൊരു എക്സ്പെൻസ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് 4x2 ആണ് ഇതും. പിന്നെ അതേപോലെ കിച്ചൻ്റെ ഫ്ലോറൊക്കെ 4x2 ആണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂംസ് കിച്ചൻ്റെ ഫ്ലോർ മൊത്തം 4x2 ആണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഫോയർ അതുപോലെ ഫ്ലോർ, ലിവിങ്, ഡൈനിങ് സ്പേസ് മൊത്തം അതേപോലെ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രം ആണ് ഈ 1600 ചെയ്തിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. സെയിം ഗ്രൗണ്ട് ഫ്ലോറിന് ചെയ്തിട്ടുള്ള ഫോയറിലൊക്കെ ചെയ്തിട്ടുള്ള സെയിം സൈസ് തന്നെ ടെറാലിനോ കാൾസിലി അറിയുന്ന സിംബോളോ ബ്രാൻഡിലുള്ള മാറ്റ് ഫിനിഷാണ് ഫ്ലോറിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂമിൽ 4x2 ആണ് ചെയ്തിട്ടുള്ളത്. ഈ ടൈലിൻ്റെ ഒരു പ്രത്യേകത ഒരു റസ്ട്രി ഫിനിഷാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു റസ്ട്രി ഫിനിഷാണ്. പക്ഷെ നമ്മളിത് തൊട്ട് കഴിഞ്ഞാൽ നല്ല സെമി മാറ്റ് പോലത്തെ ഒരു ഫിനിഷ്. കണ്ടു കഴിഞ്ഞാൽ റസ്ട്രി ഫിനിഷാണ് തോന്നുന്നു. ഇത് ഈ വീടിൻ്റെ മറ്റൊരു ബാത്റൂം ഏകദേശം 10 അടി ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ലഗേജ് ബാറിൻ്റെ മേലെ ലെതർ ഫിനിഷിൻ്റെ ടോപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഈ വീടിൻ്റെ കോമൺ ബാത്റൂമാണ് കേട്ടോ. ഇത് ഏകദേശം 12 അടി ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം മാറ്റ് ഫിനിഷാണ്. വാളും ഫ്ലോറും ഒക്കെ മാറ്റ് ഫിനിഷ്. അതുകൊണ്ട് തന്നെ വാളിൽ അതേ ഡിസൈൻ നമ്മൾ ഫ്ലോറൊക്കെ ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. ബാത്റൂമിൽ മൊത്തം മാറ്റ് ഫിനിഷ് തന്നെയാണ്. പോസോള ക്രിസ് അതേപോലെ പോസോള ഡ്രാവ് 2 വ്യത്യസ്ത ടൈലുകൾ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മറ്റൊരു ബാത്റൂമാണ്. മൊത്തം മാറ്റ് ഫിനിഷിൽ സിംബോളോ ബ്രാൻഡിൽ തന്നെ. ഈ വീടിൻ്റെ 5ാമത്തെ ബാത്റൂം. ഇതിൻ്റെ ഡിസൈൻ നോക്കി ഈ ഒരു വാള് ഡഡ്ജ് വാള് മൊത്തം ഈ ഡിസൈനും റെസ്റ്റ് ഓഫ് ദ വാള് മൊത്തം മറ്റൊരു ആഷ് കളറുള്ള ഡിസൈൻ. ഇതിൻ്റെ ഫ്ലോറ് മാത്രം ഈ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഡഡ്ജ് വാളുള്ള അതേ സെയിം. ഒരുപാട് ആൾക്കാർ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഒരുപാട് ടൈല് സെലക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മഫ്രോം ബി വിജീഷ് എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീടിൻ്റെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർക്കുക. താങ്ക് യു.